നടുക്കമുണ്ടാക്കിയ ഒരു വാർത്ത കൂടിയാണ്. ഈ പരസ്യദാതാക്കളൊക്കെ ഈ ബാർക്കിനെയാണ് ആശ്രയിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. മറ്റൊന്ന്, പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, വഞ്ചിക്കുന്നതാണ്. ഒരു വലിയൊരു വ്യവസായ മേഖലയെ വഞ്ചിക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ്. അതുകൊണ്ട് തന്നെ അതിന് ഗുരുതര സ്വഭാവമുണ്ട്. ഇതിൽ ഈ ഒരു പ്രേംനാഥിനൊറ്റയ്ക്കൊക്കെ ഇങ്ങനെ ചാനൽ ഉടമയെ സഹായിക്കാൻ കഴിയുമോ, ആൻഡ്രൂ അഗസ്റ്റിനെ സഹായിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമൊക്കെ സ്വാഭാവികമായും ഉയർന്നു വരാം. പക്ഷേ ഇതിന് പിന്നിൽ വലിയൊരു ശൃംഖല പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് സംശയിക്കാവുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് നേരത്തെ പുറത്തു വന്നത്. ഇതിവിടെ നിൽക്കില്ല, കൂടുതൽ പേരിലേക്കും ആ ശൃംഖലയിലേക്കും ഇതിൻ്റെ അന്വേഷണം നീളേണ്ടത് കൂടിയുണ്ടല്ലോ വിപിൻ സി വിജയൻ. അതെ, ഈ ക്രിപ്റ്റോ കറൻസി വഴിയുള്ള ഒരു പണമിടപാട് എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു സുതാര്യമില്ലായ്മ അല്ലെങ്കിൽ അതിൻ്റെ നിയമപരമായിട്ടുള്ള വശങ്ങളെല്ലാം തന്നെ കൂടുതൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. എവിടെ നിന്നാണ് ഇത്രയേറെ പണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കള്ളപ്പണത്തിൻ്റെ ഒരു ഉറവിടം, അല്ലെങ്കിൽ അത് കള്ളപ്പണമാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കൂടുതൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണം. ഇത്രയേറെ വലിയൊരു തുക കൈമാറി എന്ന് പറയുമ്പോൾ ആ തുക എവിടെ നിന്നാണ്, അല്ലെങ്കിൽ ആ തുകയുടെ സോഴ്സ് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ളതിൽ കൂടി ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പുറത്തു വിട്ടിരിക്കുന്നത് പ്രേംനാഥുമായി ബന്ധപ്പെട്ടൊരു സംഭാഷണമാണെങ്കിൽ അതിനപ്പുറത്തേക്ക് ആർക്കൊക്കെ ബന്ധമുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെ ഇതിലൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്, ഇത് അട്ടിമറിച്ചിട്ടുണ്ട് തുടങ്ങിയതിൽ കൃത്യമായിട്ടുള്ള വ്യക്തത ഈ അന്വേഷണത്തിൽ തെളിയും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. കാരണം വ്യാജരേഖ ചമയ്ക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വ്യാജരേഖ ചമയ്ക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് ഈ വ്യാജരേഖകൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ഏതൊക്കെ ആഴ്ചകളിൽ മുന്നിലെത്താൻ വേണ്ടി ഏതിലൊക്കെയാണ് ഈ കൃത്രിമം നടത്തിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരണം. അതുതന്നെയാണ് പോലീസ് ഉദ്ദേശിക്കുന്നതും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ FIR ഇട്ട് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. ഇത് ഒരാളിൽ മാത്രം നിൽക്കില്ല എന്നുള്ളത് നമുക്ക് പകൽ പോലെ വ്യക്തമാണ്. കാരണം നമ്മൾ 24 ഈ വാർത്ത പുറത്ത് അറിയിച്ചതിന് ശേഷം ദേശീയ മാധ്യമങ്ങൾ വളരെ സജീവമായി തന്നെ, വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും, കാരണം അവിടെയും ഇത്തരത്തിലുള്ള ചില ഇടപെടലുകൾ നമുക്കിതിന് മുൻപ് തന്നെ അറിയാം. അതും ഇങ്ങനെ പണം കൊടുക്കുകയും ബാർക്കിലെ ചില ഉദ്യോഗസ്ഥരെ അവരുടെ ചൊൽപ്പടിക്കാക്കുകയും അതിനുശേഷം അതിൽ ഒരു അട്ടിമറി നടത്താനുള്ള ശ്രമങ്ങളൊക്കെ കാണുകയും പിന്നീട് അത് പിടിക്കപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ അത്രയും ഒരു കാലയളവിൽ ഈ കാഴ്ചക്കാരെ, പരസ്യദാതാക്കളെയൊക്കെ വഞ്ചിക്കുന്നു എന്നുള്ളത് അതൊരു നിസാര കാര്യമല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തോടു കൂടി പോലീസ് അന്വേഷിക്കുന്നു എന്നുള്ളതാണ് ഈ FIR-ലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. 2 കേസുകൾ എടുത്തിരിക്കുന്നു. ഒന്ന് വഞ്ചനാ കുറ്റമുണ്ട്, ഈ കാഴ്ചക്കാരുൾപ്പെടെ വഞ്ചിച്ചു എന്നുള്ളൊരു കുറ്റം, ഒപ്പം തന്നെ വ്യാജരേഖ ചമയ്ക്കൽ. ഈ 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ പ്രകാരം തന്നെയാണ് പോലീസ് കേസെടുത്ത് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിന് സൈബർ സഹായം ഉൾപ്പെടെ ഉണ്ടാകുമെന്നുള്ളത് കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. റിജിത്ത, യൂട്യൂബ് ചാനലിൽ പ്രേക്ഷകരുടെ എണ്ണം കൂട്ടാൻ ഫോൺ ഫാമിംഗ് അടക്കം നടന്നിട്ടുണ്ട് എന്നടക്കമുള്ള വിവരങ്ങളാണ് നേരത്തെ പുറത്തു വന്നത്. വാർത്താ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാർക്ക് ഡേറ്റ തട്ടിപ്പിലാണ് റിപ്പോർട്ടർ TV MD ആൻഡ്രൂ അഗസ്റ്റിനെ 2ാം പ്രതിയാക്കിയപ്പോൾ കളമശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ബാർക്ക് ജീവനക്കാരനായ ഇതിൻ്റെയൊക്കെ ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിച്ച, അവിടെ സഹായം ചെയ്ത പ്രേംനാഥാണ് കേസിൽ 1ാം പ്രതിയായി മാറുന്നത്. എന്തായാലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 3 തലത്തിലുള്ള അന്വേഷണം ഈ ഗുരുതര സ്വഭാവത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകും. അതൊന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റെ അന്വേഷണമായിരിക്കും, മറ്റൊന്ന് ബാർക്ക് നടത്തുന്ന അന്വേഷണമാണ്, മറ്റൊന്ന് പോലീസിൻ്റെ അന്വേഷണം. ഇപ്പോൾ ഈ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന ചാനൽ ഉടമ ഒരുപാട് തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണ്. കൂടുതൽ തട്ടിപ്പുകളുടെ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും. ഓപ്പറേഷൻ സത്യ ഇവിടെ അവസാനിപ്പിച്ച ദൗത്യമല്ല, ഉറപ്പായും ഓപ്പറേഷൻ സത്യയിലൂടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ 24-ലൂടെ പുറത്തു വരികയും ചെയ്യും. വിപിൻ സി വിജയൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.